ശ്ലോകം 5. ദ്വിജസുതോപി ചതൂർണമുപായയൗ. ആ ബ്രാഹ്മണകുമാരൻ വളരെ വേഗത്തിൽ ദ്വാരകയിലെത്തി. യാതൊരു തടസ്സവുമില്ലാതെ ദ്വാരകയിൽ തൂർണം ഉപായയു, വളരെ വേഗത്തിലെത്തി. ദ്വിജസുതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരനായതുകൊണ്ട് നടക്കാനും ഓടാനും ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ വളരെ വേഗത്തിൽ ആ ബ്രാഹ്മണകുമാരൻ ദ്വാരകയിൽ ഭഗവാന്റെ അടുത്തെത്തി. തവപുരം, ആ പുരത്തിലേക്ക് കടക്കാനും യാതില്ല, ധാരാളം കാവൽക്കാരാണ്. ബ്രാഹ്മണൻ്റെ ആ പൂണൂൽ കണ്ടപ്പോൾ ഒരു കടത്തി വിടുകയാണ്. തവപുരം, ഹേ ഭഗവാൻ, അങ്ങയുടെ പുരമായ ആ ദ്വാരകയിൽ അതെങ്ങനെയുള്ളതാണ്? ദുരാശ ദുരാസതം, ദുഷ്ടമായ മനസ്സുള്ളവർ, അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതാണ്. അതാണ് വളരെ പണിപ്പെട്ടും അവർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതാണ്. ദുരാശ ദുരാസതം, ആശ ആഗ്രഹങ്ങൾ, നിരാശ ചീത്ത ആഗ്രഹങ്ങൾ, ദുഷ്ടാശയങ്ങൾ, അങ്ങനെ ആരുണ്ടോ അവർക്കൊരിക്കലും അങ്ങനെ കടക്കാൻ പറ്റില്ല. അതാണ് ശത്രുക്കൾക്കൊന്നും കടക്കാൻ പറ്റില്ല എന്ന് പറയുക. അവിടെ ആചാര്യന്മാർ തമാശക്കാണെന്ന് വിചാരിക്കണം, ഒരു പാലമുണ്ട് എന്നാണ്. മെയിൻ ലെൻഡിൽ നിന്ന് അവിടേക്കൊരു പാലം. അപ്പോൾ ഉള്ളിൽ ചീത്ത വിചാരമുണ്ടെങ്കിൽ അവർക്ക് പാലം കാണില്ല, അല്ലാത്തവർക്ക് പാലത്തിൽ കൂടി പോകും. അവിടെയും ഭാഗവതം പറഞ്ഞിട്ടില്ല. എങ്കിലും ആചാര്യന്മാർ സാധാരണ പറയാറുണ്ട്, ദുരാശ ദുരാസതം, ചീത്ത മനസ്സുള്ളവർ, ദുഷ്ടമായ ആശയങ്ങളുള്ളവർ, ഭഗവാനെ ദ്രോഹിക്കാനായിട്ട് വരുന്നവർ, അവർക്ക് ദുരാസതം, പ്രാപിക്കാൻ സാധിക്കാത്തത്, ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ആ ദ്വാരകാപുരിയിൽ എത്തി. ഭഗവാൻ കാണുമെന്ന് പറഞ്ഞു. കണ്ടു. മുദമവാവ, എന്തൊന്നുമില്ലാത്ത സന്തോഷമുണ്ടായി ബ്രാഹ്മണകുമാരന്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു. ഭഗവാനോ ബ്രാഹ്മണകുമാരനെ കണ്ട ഉടനെ എഴുന്നേറ്റു. സാദരപൂജിത, ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ആ ബ്രാഹ്മണകുമാരനെ ഇരുത്തി പാദപൂജയെല്ലാം ചെയ്തു. അദ്ദേഹത്തിന് കഴിക്കാനുള്ളതായ ആഹാരം മുതലായത് കൊടുത്തു. സഭവതാ ഭവതാപഹൃത സ്വയം, ഭവതാപഹൃത ഭവതാ, ഭവം ഈ കാണുന്ന ലോകം, ആ ലോകത്തിൽ നിന്നുണ്ടാവുന്ന താപം, സംസാര ദുഃഖം, ആ സംസാര ദുഃഖത്തെ ഹൃദ, ഹരിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ. നമ്മുടെ എല്ലാവരുടെയും സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ഭവതാപഹൃതാവായിരിക്കുന്ന ആ ഭഗവാനെ കണ്ടു. ആ ഭഗവാൻ തന്നെ സ്വയം സാദര പൂജിത, അനേകം ബ്രാഹ്മണർ അവിടെ ഉണ്ടാവും, അവരെ കൊണ്ട് പൂജിപ്പിക്കാം. അല്ല, താൻ തന്നെ പൂജിച്ചു. അതിൽ മുദമവാപ, എന്നതില്ലാത്ത സന്തോഷം ഉണ്ടായി. അപ്പോൾ ബ്രാഹ്മണകുമാരൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഭഗവാന് അറിയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഭഗവാൻ അറിഞ്ഞ് തയ്യാറായിരുന്നു. ആ കുമാരനെ ബഹുമാനത്തോടുകൂടി ഭക്തിയോടുകൂടി പാദപൂജ ചെയ്ത് സ്വീകരിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുമാരൻ രുക്മിണി പറഞ്ഞതായ കാര്യത്തിനെ 3 ശ്ലോകത്തിലാണ് പറയുന്നത്. രുക്മിണിയുടെ പ്രണയലേഖനം, അതായത് പ്രണയലേഖനം കൊടുത്തു. അപ്പോഴും ആചാര്യന്മാർ തമാശയ്ക്ക് പറയും, അങ്ങ് തന്നെ വായിച്ചാൽ മതി, ഞാൻ കണ്ണട എഴുതിയിട്ടില്ല, അങ്ങ് വായിച്ചാൽ മതി. അങ്ങനെ
ആ ബ്രാഹ്മണകുമാരൻ തന്നെ രുക്മിണി എഴുതിയതിനെ വായിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം ആമുഖമായിട്ട് പറഞ്ഞു. ശ്ലോകം 6. സജഭവന്തമവോചത. ആ ബ്രാഹ്മണകുമാരൻ ഭഗവാനോട് പറഞ്ഞു, കുണ്ടിനെ നൃപസുതാ ഖലു രാജതി രുക്മിണി. ഹേ ഭഗവൻ, കുണ്ടിനപുരത്തിൽ, വിദർഭരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന കുണ്ടിനപുരത്തിൽ രാജാവായിരിക്കുന്ന ഭീഷ്മകൻ്റെ പുത്രി നൃപസുത രുക്മിണി. രുക്മിണി എന്നാണ് ആ കുട്ടിക്ക് പേര്. അവൾ രാജതി, ശോഭിക്കുന്നു. ശരീര ശോഭ കൊണ്ട്, സ്വഭാവത്തിൻ്റെ ശോഭ കൊണ്ട്, അന്യരോടുള്ള പെരുമാറ്റത്തിൻ്റെ ശോഭ കൊണ്ട് ആ കുട്ടി എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങക്ക് അറിയാമല്ലോ. ത്വയി സമുത്സുകതയാ, അങ്ങയിൽ എന്തൊന്നില്ലാത്ത ഉത്സാഹത്തോടുകൂടി അനുരാഗത്തോടുകൂടി ഇരിക്കുന്ന കുട്ടിയാണ്. നിജധീരത രഹിതയാ, എന്നാൽ അങ്ങനെ മറ്റു പുരുഷന്മാരെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നുമുള്ളതായി ധൈര്യമില്ല. സാധാരണ രാജകുമാരിമാരാകുമ്പോൾ ചിലപ്പോൾ ധൈര്യം വരും. ഇവർക്ക്, ഈ കുട്ടിക്ക് അതില്ല. നിജധീരത, സാധാരണ രാജകുമാരികൾക്കുണ്ടാവുന്ന ആ ധൈര്യം ഇല്ല. രഹിതയാ, അതില്ലാത്തവളായി. ആ കുട്ടി തയാ പ്രഹിതോസ്മ്യഹം, ആ കുട്ടിയാണ് എന്നെ ഇതാ അങ്ങയുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. അഹം പ്രഹിതസ്മി. ഈ ലേഖനവും തന്ന് അങ്ങേ കണ്ട് വിവരം പറയാൻ വേണ്ടി അയച്ചു എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം, പ്രണയലേഖനം കൊടുക്കുന്നത്. അപ്പോഴാണ് അങ്ങ് തന്നെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് പറയണു. വായിച്ചിട്ട് അത് അയാൾ പറയുന്ന പോലെ പറയാണ്. തവ ഹൃദാസ്മി, അല്ല, ഇത് കുട്ടി പറയുന്നത് തന്നെയാണ്, രുക്മിണി പറയുന്ന പോലെ തന്നെയാണ്. തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം. ഹേ ഭഗവൻ, അങ്ങയുടെ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ എത്രയാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ നാരദ മഹർഷി, ഋഷീശ്വരന്മാരെ അവരിൽ നിന്നെല്ലാം കേട്ട് ആ ഗുണങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിനെ അപഹരിച്ചിരിക്കുന്നു അത്. അങ്ങ് എന്നെ, എൻ്റെ മനസ്സിനെ അപഹരിച്ചിരിക്കുന്നു. അപ്പം അങ്ങയെ തന്നെ ഞാൻ വിവാഹം ചെയ്യുള്ളൂ എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരതി മാം കില ചേതി നിർബോധുന, ആ ചേതി രാജ്യത്തെ രാജാവായിരിക്കുന്ന ശിശുപാലൻ ഇപ്പോൾ എന്നെ കട്ടുകൊണ്ടുപോകാൻ വന്നിരിക്കണം. അതാണ് കല്യാണം കഴിക്കുന്നത്, ഒരു കട്ടുകൊണ്ടുപോയാണ്. എന്തുകൊണ്ട്? എനിക്കിഷ്ടമില്ലാത്തതാണെന്ന് അർത്ഥം. ഹരതി മാം കില ചേതി നിർബോധുന, എനിക്കത് ഇഷ്ടമില്ല. ഈ കൃപാലയ, അങ്ങ് കൃപയുടെ, കൃപാകടലാണ്, ആലയമാണ്, കൃപാനിധിയാണ്. അങ്ങനെയുള്ള അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത്. പാലയ മാം, മാം പാലയ, എന്നെ രക്ഷിച്ചാലും. ഇതി പ്രജഗതേ എന്ന് ആ കുട്ടി പറഞ്ഞിരിക്കണു, എഴുതിയിരിക്കണു. ജഗദേകപദേതയാ, ജഗത്തിന് ഏകപതിയായിരിക്കുന്ന, നാഥനായിരിക്കുന്ന, ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന ജഗത്തിനെ നയിക്കുന്നതായ, സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നതായ ആ ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്ന് ആ രുക്മിണി കരഞ്ഞുകൊണ്ടാണ് ആ എഴുത്ത് ലേഖനം എഴുതിയിരിക്കുന്നത്.